മുല്ല മലർ മുത്തയച്ചുള്ള ഭംഗി പൊന്നാരപ്പൂവോരെ എന്തെന്നെ തങ്കി വല്ലാഹി എൻ്റെ മനസ്സും കലങ്കി ഓമനയിൽ മുമ്പുള്ളോർമ പുതുങ്ങി. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈദ് വ്ളോഗാണ് കേട്ടോ. ഈദൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമായി എന്നറിയാം. ഞാൻ വ്ളോഗായിട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്ത്യയിൽ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ വെച്ചിട്ടൊരു വ്ളോഗാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യണത് പെരുന്നാളിൻ്റെ തലേന്നാണ് കേട്ടോ. മാസം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി മൈലാഞ്ചിടലാണല്ലോ. അപ്പോൾ പിന്നെ ആ ചടങ്ങൊക്കെ ആദ്യം തന്നെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഞാൻ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്കൊന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുളിച്ചിട്ട് മാറ്റാനൊരു ടോപ്പ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ മോൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ അപ്പോൾ പിന്നെ അതൊന്ന് മാറ്റിക്കാനുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുലർച്ചെ മോനെ വീട്ടിൽ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അവനപ്പോൾ ഉറങ്ങിയിരുന്നേ. പെരുന്നാരാവായതുകൊണ്ട് തന്നെ ആ സമയത്തും കടകളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈദിൻ്റെ അന്ന് മോർണിംഗ് ആയിരുന്നു കേട്ടോ. ഈദിൻ്റെ അന്ന് മോർണിംഗ് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന മെഹന്തി ഡിസൈന് ഞാൻ സ്വന്തമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഞാൻ ഇട്ട് വരുമ്പോൾ വേറെയും പല ഡിസൈനായി പോവും. അപ്പോൾ പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നേ. അതിനുശേഷം പിന്നെ ഉച്ച സമയമായപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നേ. അതിനുശേഷം പിന്നെ ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വീട്ടിൽ താത്തയും അളിയനും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്നുള്ളത്. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇങ്ങോട്ടൊക്കെ പോവാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എല്ലായിടത്തും ഒരുവിധം ഇന്ന് നല്ല ബ്ലോക്ക് ആയിരിക്കും എന്നുള്ളത് അറിയാം. കാരണം 1-ാം പെരുന്നാളും 2-ാം പെരുന്നാളൊക്കെ റോട്ടിലേക്ക് അടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രയും ബ്ലോക്കായിരിക്കും. നമ്മളവിടെ പ്രത്യേകിച്ചും ഇവിടെ കർമ്മ റോട്ടിലും പിന്നെ ബീച്ച് സൈഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച കർമ്മയിലൊന്ന് പോയിട്ട് വരാമെന്നുള്ള. കാരണം ഞങ്ങളെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കർമ്മ ഉള്ളത്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വണ്ടിയിലൊന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം ഞങ്ങളവിടെ പോയിട്ട് പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പിന്നെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ എക്സിബിഷൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഏതായാലും അവിടെ വരെ വന്നതല്ലേ, അവിടെ കയറിയിട്ട് ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന്. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് കയറി ചെന്നപാടന്നെ നമുക്ക് അവിടെ കുറേ ഫ്ലവേഴ്സും ചെടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റൂട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, നമ്മൾ കാണാത്ത തരത്തിൽ പേരറിയാത്ത നല്ല രസത്തിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. താത്ത ഉണ്ടായിരുന്നു, ഉക്കാക്ക ഉണ്ടായിരുന്നു, പിന്നെ ഇക്ക ഉണ്ടായിരുന്നു, അളിയൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ അവിടെ കുറേ ബേർഡ്സിൻ്റെതും പിന്നെ അതുപോലെ തന്നെ പാമ്പൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾക്കാർ നല്ല ഉണ്ടായ കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഗെയിംസിൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രസത്തിലുള്ള ഗെയിംസൊക്കെ ഉണ്ടായിരുന്നേ. ബലൂണൊക്കെ വെച്ചിട്ട് ഗൺ ഷോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ്സൊക്കെ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം അവർ പറയും ഒരു 3 റൗണ്ട് നമ്മൾ എറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുൾ ഗ്ലാസ് നിലത്ത് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ക്യാഷ് പ്രൈസ് കിട്ടും എന്നുള്ളത്. പക്ഷേ അതാരും ഒന്നും ഫുള്ളായിട്ട് എറിഞ്ഞതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും എറിയണൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ നേരെ റൈഡിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയപ്പോൾ പിന്നെ കുട്ടികളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഓരോന്നിലും കയറണം എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് എന്തോ ഒരു റൈഡിൽ കയറുമ്പോൾ 100 രൂപയാണ്. സത്യം പറഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികളെ മാത്രമേ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ വല്ലാണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളെ ഒറ്റയ്ക്ക് വിടണ്ടല്ലോ വിചാരിച്ചിട്ട് അവരുടെ ഒരു പേടിക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ പേടിക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഈ റൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തല കറങ്ങാത്തത് എന്തിലാണോ അതിലാണ് കയറുണ്ടാവുള്ളൂ. കാരണം എനിക്ക് ഒട്ടുമിക്ക സംഭവങ്ങളൊന്നും എനിക്ക് പറ്റൂല. കാരണം തല ചുറ്റിലുള്ള കാരണം
എനിക്ക് അങ്ങനത്തതിലൊന്നും കയറാൻ വല്ലാണ്ട് ധൈര്യമില്ല. പിന്നെ ഞാനൊന്ന് ഒരു അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സംഭവത്തിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് എന്തായാലും ആ പൂതി അങ്ങോട്ട് തീർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.